സമീപ ഭാവിയിൽ തന്നെ ബി.ജെ.പി കേരളം ഭരിക്കുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ വിഷപ്പാമ്പ് പരാമർശം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് വിവിധ പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ കോഴിക്കോടെത്തിയ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന് ബി.ജെ.പി ജില്ലാ കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. തുടർന്ന് നടന്ന സമ്മേളനത്തിലാണ് ബി.ജെ.പിയുടെ കേരള പ്രതീക്ഷകളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. ബി.ജെ.പിയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ മാറ്റത്തിനുള്ള സമയമാണിതെന്ന് പ്രമോദ് സാവന്ത് പറഞ്ഞു. ഒരു എം.എൽ.എ പോലും ഇല്ലെങ്കിലും ബി.ജെ.പി പ്രവർത്തകർ കേരളത്തിനായി നിരന്തരം പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. Since from the 1947 to till date, you people, from the generation to generation, you people are working for the nation first, second party and third we Karyakarta. On the same motivations, as the V. Satyakumar said that, it is only the single one time we got one MLA, but continuously you people are working for the nation and for the Kerala. അതിനു മുന്നോടിയായി ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ട ഗോവ മുഖ്യമന്ത്രി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കർണാടകയിൽ തോൽവി ഉറപ്പിച്ചതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ വിഷപ്പാമ്പ് പ്രയോഗം നടത്തിയത്. കർണാടകയിൽ ബി.ജെ.പി മികച്ച ഭൂരിപക്ഷം നേടുമെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു. I think the Congress is losing the ground. They have realized they are losing the Karnataka once again. BJP is winning with full majority in the Karnataka. ഗോവ വിമോചന സമര പോരാളിയായ AK ശങ്കരമേനോന്റെ സ്മൃതി ദിനത്തോടനുബന്ധിച്ചുള്ള പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഗോവ മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.